കൗൺസിലറെ കണ്ടിട്ടില്ല. പക്ഷേ കൗൺസിലർ തൊട്ടടുത്താണല്ലോ താമസിക്കുന്നത്. അവർ നിങ്ങളാരെയും പോയി അയാൾ വന്ന് കാണുന്നില്ല. അയാളെ ചെന്ന് പരാതി പറഞ്ഞാൽ അയാൾ ഇറങ്ങി വരാനില്ല. എന്നിട്ട് ഇത്രയും കൂടിയല്ലോ. അപ്പൊ എത്ര അത് ഈ പുല്ലും മറ്റും വന്ന് നിൽക്കിയത് അല്ലാതെ അതിനകത്തുള്ള സാധനങ്ങളും ചെളിയതും അതൊന്നും വാരി മാറ്റിയിട്ടില്ല. അതിങ്ങനെ കെട്ടിക്കിടക്കാണ്. ഒരു കൊച്ചു വീണ അതങ്ങ് താന്നു കാണാൻ കൂടിയില്ല. ആ രീതിയിലാകുമ്പോഴേ ഈ റോഡെല്ലാം വെള്ളം മുങ്ങി ഈ മുട്ടിന്റെ മുകളിൽ കിടക്കും വെള്ളവും ഈ വേസ്റ്റ് വെള്ളവും എല്ലാം കൂടി അങ്ങനെ ചവിട്ടിയാണ് വരുമ്പോഴ് പിന്നെ കാലൊക്കെ ഭയങ്കര ചൊറിച്ചില് ഈ വേസ്റ്റ് വെള്ളം ചവിട്ടുമ്പോഴേ. അവർക്ക് ചെയ്യണ്ട ഈ ഏരിയ അവോയ്ഡ് കിട്ടിക്കുകയും ഈ ഓട ചെയ്ത ഇത്രയും ജനങ്ങളോട് താമസിക്കുക ഡ്രെയിനേജ് മൊത്തം ഇവിടെയാണ് വരുന്നത്. കാരണം വെള്ളം മൊത്തം ഓടയിലെ വെള്ളം മൊത്തം ഇവിടെ ആൾക്കാർ ചവിട്ടി. ഈ കൗൺസിലറെയും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് നമ്മൾ വോട്ട് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. വോട്ട് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഈ ഏരിയക്കാരെ കൊടുക്കാത്തതുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് ഒന്നും ചെയ്യാതെ. കൗൺസിലർ വീട്ടിൽ പോവുക, രാവിലെ പോയി സംസാരിക്കും, എന്ന് പറയും, പിന്നെ വൈകിട്ട് വിളിക്കും, ഫോൺ എടുക്കില്ല. ഒരു ഉത്തരവാദിത്വം കൗൺസിലർക്ക് ഈ ഏരിയയിലില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 8 ലക്ഷം രൂപ 6 ലക്ഷം രൂപ അവിടുന്ന് പ്രഖ്യാപിക്കും. ഇവിടെ വന്ന് കുറച്ച് വാന്തും പുറത്തിരിക്കുന്ന പുല്ല് വാന്തി ചെത്തിയിട്ട് അങ്ങ് പോകും. പറയുമ്പം നാളെ വരും, AC വന്ന് വാരും എന്നെല്ലാം പറയും. ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയില്ല കൗൺസിലർ തിരിഞ്ഞു നോക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയല്ല. പക്ഷെ അവരെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നോക്കാൻ നോക്കില്ലായിരിക്കും. അവരെ കാണുന്നത് ഞാൻ സാധാരണ പോവില്ല. എന്റെ ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ട്. വിളിക്കാതെ പോയി എന്തെന്ന് ചോദിച്ചുകൊണ്ടിറക്കാനുള്ള സമയമില്ല. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കല്ലാട്ടമുക്ക് പരമംകുന്നുള്ള നിലമേൽ എന്ന് പറഞ്ഞ പ്രദേശം, അഥവാ ഗ്രീൻ ഗാർഡനിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ചെയ്യാനാണ് മുമ്പ് ഞാൻ ഇവിടെ വന്നത്. ആ സമയത്താണ് ഇവിടുത്തെ ദുരിതം ചില ആളുകൾ പറഞ്ഞത്. അത് കണ്ട് ഇവിടെ വന്ന് ഞാൻ കാണാൻ വന്നപ്പോൾ സത്യത്തിൽ ഇത് പുറംലോകത്തെ അറിയിക്കണം എന്നുള്ളതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഈ ന്യൂസ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയത്. സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ വളരെയധികം പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മലയാള ജനതാ ന്യൂസ് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യേണ്ടതുണ്ട്, അധികാരികൾ കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ സത്യത്തിൽ നമുക്ക് കണ്ണീരോട് കൂടി അല്ലാതെ കാണാൻ സാധിക്കില്ല. കാരണം നമുക്ക് വീട്ടിലൊക്കെ കിടന്നുറങ്ങും അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതമായി യാത്ര ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ എങ്ങനെ ജീവിക്കുന്നെന്ന് അധികാരികൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അവർ അറിയേണ്ടതുണ്ട്. കൗൺസിലറും MLA യും മന്ത്രിമാരൊക്കെ അറിയേണ്ടതുണ്ട്. അതാണ് ഇന്ന് മലയാള ജനതാ ന്യൂസ് വഴി ടെലികാസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഗ്രീൻ ഗാർഡൻ അകത്തുള്ള നിലമേലെന്ന ഈ പ്രദേശം ഇതുവഴിയാണ് നേരെ ആറ്റുകാലിലേക്ക് പോകേണ്ടത്. മാത്രമല്ല നമുക്കറിയാം വളരെ വിവാദമായ കമലേശ്വരം ഈ കല്ലാട്ടമുക്ക് വെള്ളക്കെട്ട്, അതിന് പരിഹാരത്തിന് വേണ്ടി ഓട പണിയുകയും ആ ഓട നേരെ കരിയിലത്തോട് വഴി വെള്ളം സുഖമായി ഓടിപ്പോവുകയും ആ കല്ലാട്ടമുക്ക് കമലേശ്വരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രത്യാശയോടുകൂടി തന്നെ പണി ആരംഭിക്കുകയും അതിനെ MLA യും മന്ത്രിയുമായ ശിവൻകുട്ടി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ആശ്വാസമായി. പക്ഷേ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകളാണ്. ഇതാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കേണ്ടതുണ്ട്. കാരണം 2 വള്ളങ്ങൾ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന ഈ ഒരു തോട് ഇന്നതൊരു സൈക്കിൾ പോകാൻ പാകത്തിന് മാത്രം അത് ഇടുങ്ങിയതായി പോയിട്ടുണ്ട്. കാരണം അത് ഭൂമി കയ്യേറി പലരും വീട് വെച്ചതുകൊണ്ടാണ്. ഇതിന്റെയൊക്കെ അനുഭവമായി ഈ മലിനജലം ഇന്ന് ചവിട്ടി അതിൽ കിടന്ന് ഉറങ്ങുന്ന കുറെ ആളുകൾ നമുക്ക് കാണാം. നായകളുടെ ശല്യങ്ങൾ കാരണത്താൽ കടിയേറ്റവർ ഇവിടെ ഉണ്ട്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കാരണത്താൽ അവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ കാഴ്ചയിലേക്കാണ് നമുക്ക് എന്തായാലും കടന്നു പോകേണ്ടത്. പ്രേക്ഷകർ ഇതൊന്ന് കാണണം, നിങ്ങളുടെ കമന്റ്സുകൾ അറിയിക്കണം, അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്യണം. എന്നാൽ ഈ ഒരു ന്യൂസിലേക്ക് അവരെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പരമംകുന്ന് കോട്ടപ്പുറം എന്ന് പറയുന്ന ഈ കലുങ്ക് പുതുക്കിപ്പണിയാൻ വേണ്ടി 67 ലക്ഷം രൂപ അനുവദിച്ച മന്ത്രി വി ശിവൻകുട്ടിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 1 വർഷമായി. എന്നാൽ ഇത് പണി തീരേണ്ട സമയം ആയി എന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു കുടുസായ വഴിയിലൂടെ വേണം ഇതിനകത്തേക്കുള്ള ആളുകൾക്ക് കടന്നു പോകാൻ. ഇതിന്റെ പണിക്ക് വേണ്ടിയാണ് ഈ പണം അനുവദിച്ചത്. എന്നാൽ രാത്രിയും പകലും വെള്ളം കയറുന്ന സമയത്തും എല്ലാം ഈ ഒരു ചെറിയ ഇടുക്കിലൂടെയാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് കടന്നു പോകേണ്ടത്. എന്നാൽ ഇത് പണി തീരേണ്ട സമയം ആയി എന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു കുടുസായ വഴിയിലൂടെ വേണം ഇതിനകത്തേക്കുള്ള ആളുകൾക്ക് കടന്നു പോകാൻ. ഇതിന്റെ പണിക്ക് വേണ്ടിയാണ് ഈ പണം അനുവദിച്ചത്. എന്നാൽ രാത്രിയും പകലും വെള്ളം കയറുന്ന സമയത്തും എല്ലാം ഈ ഒരു ചെറിയ ഇടുക്കിലൂടെയാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് കടന്നു പോകേണ്ടത്. ഈ വഴി അല്ല എങ്കിൽ 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊഞ്ചറവള വഴി വേണം ഇവർ ഇതിലേക്ക് കടന്നു വരാൻ. ഇവിടെ മാലിന്യ കൂമ്പാരമാണ്, കാടുപിടിച്ച അവസ്ഥയാണ്. ഈ അടുത്ത സമയത്ത് മൂർഖം പാമ്പ് വരെ ഇവിടെ വാവാ സുരേഷ് വന്ന് പിടികൂടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നായകളുടെ ശല്യം അതിരൂക്ഷമാണ്, അതിനെ കടിയേറ്റിട്ടുണ്ട്. പക്ഷേ കൌൺസിലർ അടക്കമുള്ള ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ. കുടിവെള്ളം കിട്ടാത്ത ആളുകൾ കുടിവെള്ളം എടുക്കുന്നത് പോലും ഇതുവഴിയാണ്. ഇത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. ഈ ഓടയ്ക്കുള്ളിലാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തുരുമ്പെടുത്ത് വെള്ളം ഉള്ളിൽ കടന്നു എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത്. ഇതിനകത്തു നിന്നുള്ള വെള്ളമാണ് ഏക ആശ്രയമായി ഇവിടെയുള്ള ധാരാളം ആളുകൾ കുടിക്കുന്നത്. നമുക്കെന്തായാലും അവരുടെ ദുരന്തപൂർണമായ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഈ പൈപ്പിൽ നിന്നാണ് നിങ്ങൾ കുടിവെള്ളം എടുക്കുന്നത്? എല്ലാവരും ഇവിടെ ആശ്രയങ്ങളിൽ ഈ ഒറ്റ പൈപ്പേ ഉള്ളൂ? ഒറ്റ പൈപ്പേ ഉള്ളൂ. ഞങ്ങളിപ്പോ ഈ ഇതിനാണ് എടുക്കുന്നത്. പക്ഷെ കുടിക്കാൻ കൊള്ളത്തില്ല. എന്ന് വെച്ചാൽ അടിയിലെടുത്ത് ആ പൈപ്പ് പൊട്ടിയാണ് ഇരിക്കുന്നത്. അത് ഈ വെള്ളം അത്രയും ഈ ഓസി കൂടെ ഞങ്ങൾക്കാണ് കിട്ടുന്നത്. ഈ കുടിക്കാനായിട്ട് ഇത്ര
അപ്പൊ ഇല്ല? തന്നെ എടുക്കുന്നത്. ആ, ആ. ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ കുടിക്കാനും കഞ്ഞിക്കും എല്ലാ ഉപയോഗത്തിനും ഈ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇതല്ലേ വേറെ ആശ്രയമില്ല ഉണ്ടെങ്കിൽ അങ്ങ് അത്രയും ദൂരം പോയി എടുത്തോണ്ട് വരണം. ദ്രവിച്ച് വേസ്റ്റ് നമ്മൾ തിളപ്പിച്ചാറ്റിയാണ് നമ്മൾ കുടിക്കുന്നത്. നമുക്ക് വേറെ ആരുടെ പരാതിപ്പെടാനും പറ്റത്തില്ല. ഒരിക്കൽ പൊട്ടിയായിരുന്നപ്പോ ഇവിടെ ഉള്ളവർ ചെന്ന് കൗൺസിലർ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരൊന്നും നോക്കിയോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഈ ഗ്രീൻ ഗാർഡൻ റെസിഡൻസ് എന്ന് പറയുന്നതിന്റെ സമീപത്തിൽ അത് ഇതിനെ ഉൾപ്പെടുത്താണോ അതോ അവരെ അറിയിച്ചില്ലേ റെസിഡൻസിനെയൊക്കെ നിങ്ങൾ അവിടെ ഈ വെള്ളമാണ് ഇത്രയും വർഷം കുടിച്ചോണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുന്നത്? പ്രശ്നം മഴ പെയ്താ ഉടനെ നമുക്ക് ഈ റോഡിൽ കൂടെ തന്നെ പോകാനൊന്നും പറ്റിയില്ല. ഇവിടെ തൊട്ട് പരങ്ങുന്നവരെ വെള്ളവും തന്നെ ഈ റോഡും പൂര വെള്ളം തന്നെ. ഈ വെള്ളം ചവിട്ടിയാണ് നമ്മൾ റോഡിൽ കയറാൻ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അല്ല ഇത് സ്വന്തം ഇതൊന്നും വെട്ടിപ്പറക്കിയ ഒരു വകയും ചെയ്യില്ല. ഈ പുല്ലിലുള്ളെല്ലാം ഇങ്ങനെ കിടക്കുക. അതിൽ വല്ല ഊരണതും കയറി ഇരുന്നാലും നമ്മൾ കടിച്ചാ ചാവണ ഊരുന്നതാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അല്ല ഈ പൊങ്കാല സമയത്തൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യുമല്ലോ, അതൊന്നും ചെയ്യാറില്ല? അവര് ഇങ്ങോട്ട് വരെയൊന്നുമില്ല. അവര് ആ കൊഞ്ചറിലേക്ക് താഴെ ഇത്തിരി പോരം ക്ലീൻ ചെയ്യും, അങ്ങ് പോകും. അല്ലാതെ ഇവിടെ എങ്ങും വരെയൊന്നുമില്ല. പൊങ്കാല ഇങ്ങോട്ട് വരെയുമില്ല. അതല്ല പൊങ്കാല അഥവാ വന്നാലും ആ പറങ്ങുന്ന റോഡിലേ ഇരിക്കുള്ളൂ, അല്ലാതെ ഇങ്ങോട്ടൊന്നും വരില്ല. ഇവിടെ കൗൺസിലറെ കണ്ടിട്ടില്ല, പക്ഷേ കൗൺസിലർ തൊട്ടടുത്താണല്ലോ താമസിക്കുന്നത്. അവർ നിങ്ങൾ ആരെയും പോയി? അയാള് വന്ന് കാണുന്നില്ല. അയാളെ ചെന്ന് പരാതി പറഞ്ഞാലും അയാൾ ഇറങ്ങി വരെയൊന്നുമില്ല. അങ്ങനത്തെ കൗൺസിലറാണ് അവിടെ ഇരിക്കുന്നത്. അമ്പലത്തറ വാർഡ് കൗൺസിലറാണ്. അമ്പലത്തറ വാർഡ് കൗൺസിലർ തന്നെ. അങ്ങനെ ഒന്നിനും ഇറങ്ങില്ല. വോട്ടിന് പോലും അയാൾ വരൂല. കൂലിക്ക് ആളെ പറഞ്ഞിട്ടാണ് വോട്ട് കേൾക്കുന്നത്. അങ്ങനെ വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ ഓടാനും പ്രശ്നമായി എന്ന് വെച്ചാൽ അവിടെ തൊട്ട് ഞെട്ടമുള്ള മാലിന്യം ഈ വഴിയിലാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ കിടക്കാനോ ഒന്നിനും പറ്റില്ല. മഴ പെയ്യാൻ നേരത്തെ ഭയങ്കര സ്മെല്ലാണ്. ഡ്രെയിനേജ് വെള്ളം ഒരുപാട് പറഞ്ഞുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുന്നത് വരെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ശരിയാക്കി തരാന്ന് പറയാനല്ലാതെ ഈ ഇടയ്ക്ക് വന്ന് ഇതിന്റെ ഈ മാലിന്യം മാത്രം ഈ മീനെ കിടന്ന മാലിന്യം മാത്രം നീക്കം ചെയ്തിട്ടുണ്ട്. ബാക്കി അതുപോലെ ഒരു കൊച്ചു വീണ അതങ്ങ് താന്നു പോ കാണാൻ കൂടി ഇല്ല. ആ രീതിയിലാണ് ഇപ്പൊ കിടക്കുന്നത്. കാരണം വേറെ സ്ലാബ് ഇട്ടിട്ടില്ല, മൂടിയൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഓരോ വീട്ടുകൾക്ക് പോകാൻ മാത്രം വണ്ടി ഒരു സ്കൂട്ടി പോകാനുള്ള സ്ലാബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കിടക്കുകയാണ്. മഴ പെയ്യുമ്പോ ഈ മാലിന്യങ്ങളെല്ലാം നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നുണ്ട്. വഴിയിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തത്തിൽ വീട്ടുകളിൽ വെള്ളം കയറുമ്പോൾ ഈ മാലിന്യം മൊത്തം അതിൽ കയറി പോവുകയാണ്. പിന്നെ ഇതിന് പുറമെ കുറെ വേസ്റ്റ് കൊണ്ട് ഇറക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് വേസ്റ്റ് കൊണ്ട് തട്ടുന്നത്. എങ്ങനെയാണ് വേസ്റ്റ് ഇവിടെ കൊണ്ടിടുന്നുണ്ടോ എല്ലായിടത്തും? അപ്പൊ അത് കോർപ്പറേഷൻ അനുമതിയോടുകൂടി അവരാണ് കൊണ്ട് തട്ടുന്നത്? അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ കൊണ്ട് തട്ടുന്നുണ്ട്. അത് നിങ്ങൾ കൗൺസിലറൊക്കെ അറിയിച്ചില്ലേ രേഖാമൂലം? അറിയിച്ചപ്പോഴൊന്നും എന്താ പറഞ്ഞു? അവര് നോക്കാൻ പരിഹരിക്കുക എന്ന് പറയണല്ലാതെ അവര് നോക്കണമില്ല. മഴ പെയ്യുമ്പോഴേ ഈ റോഡെല്ലാം വെള്ളം മുങ്ങി ഈ മുട്ടിന്റെ മുകളിൽ കിടക്കും വെള്ളവും ഈ വേസ്റ്റ് വെള്ളവും എല്ലാം കൂടി. അങ്ങനെ ചവിട്ടിയാണ് വരുമ്പോൾ പിന്നെ കാലൊക്കെ ഭയങ്കര ചൊറിച്ചില് ഈ വേസ്റ്റ് വെള്ളം ചവിട്ടുമ്പോൾ. മഴ പെയ്താൽ പോലും മൊത്തം വെള്ളം നിറയും. ഈ സൈഡിൽ കിടക്കുന്ന വേസ്റ്റ് എല്ലാം കൂടെ നിങ്ങൾ അത് ചവിട്ടിയാണ്. അതാണ് എന്റെ വീട്. അത് ചവിട്ടിയാണ് അങ്ങ് പോവാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ ഓരത്തിലാണ് ഈ വെള്ളം മൊത്തം നിറയുന്നത്. അതിനെന്തെങ്കിലും പരിഹാരം കാണണം. അപ്പൊ ഈ കുട്ടികളും നിങ്ങൾ എല്ലാരും പോകുന്നതൊക്കെ ഈ ഒരു വഴി മാത്രം ചവിട്ടിയാണ് പോകുന്നത്. വെള്ളം കയറി കഴിഞ്ഞാൽ മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വേസ്റ്റ് ചവിട്ടിയാണ് പോകാൻ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഒരു വഴിയില്ല. ഓട ക്ലിയർ ചെയ്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു നമുക്ക് ഈ മാലിന്യം എങ്കിലും നീക്കം ചെയ്ത് താന്ന് പറഞ്ഞു. അപ്പൊ നോക്കാന്ന് പറയാനല്ലാതെ നമ്മൾ ഇതുവരെ അയാൾ കണ്ടിട്ടില്ല. ഈ ഏരിയയിൽ ഇതുവരെയ്ക്ക് ആ ആൾ എത്തിയിട്ടില്ല. ഈ വോട്ടിന് ഇലക്ഷൻ നിൽക്കാൻ നേരത്തെ മാത്രം വരും, വോട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം അത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞ് അവരെ വീട്ടിൽ പോകുമ്പോ അവര് അവര് ഏത് എന്തോ അതൊന്നും അറിയത്തില്ല. ഇത്രയും വർഷമായിട്ട് അവർ ഈ ഏരിയയിൽ വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടെ 35 വർഷം കൊണ്ട് എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു ദുരിതം പ്രശ്നം വെച്ചാൽ കല്ലാട്ടുമുക്ക്, കമലേശ്വരം, പിന്നെ ഇവിടെ നിന്നെല്ലാം വരുന്ന എല്ലാ ഹോട്ടലിലുള്ള ഫുഡ് വേസ്റ്റിന്റേതും അല്ലാതെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങളും പിന്നെ മഴ ഒന്ന് തൂറ്റിയ ഉള്ള കക്കൂസ് അത്രയും തുറന്നു ഇതിനകത്ത് തുറന്നു വിടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടക്കാൻ നിർത്തിയില്ല. രാത്രി കൊതുകെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നപ്പയാണ് കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അല്ല ഇവിടുത്തെ ഈ കൗൺസിലറേയും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരാരും ഇതൊന്നും അതിനില്ല. അവർക്ക് നമ്മൾ വോട്ട് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഈ ഏരിയക്കാരെ കൊടുക്കാത്തതുകൊണ്ടാണ് അവരിവിടെ നിന്ന് ഒന്നും ചെയ്യാതെ ഉള്ളതുപോലെ പറഞ്ഞിട്ട് പോകും. ഇനി കാണുന്നവർ കാണട്ടെ. ഓക്കെ. എങ്ങനെയാണ് മോളെ ഇവിടേക്ക് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? കളിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? കളിക്കാൻ അത്രയ്ക്കൊന്നും പറ്റില്ല. ഭയങ്കര കൊതുക് ശല്യമാണ്. പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ രാത്രിയൊക്കെ ഇരുന്ന്? എവിടെയാണ്? ഉമ്മമാരുടെ. അപ്പൊ ഇവിടെ വരുമ്പോ എങ്ങനെ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണ്.
എങ്ങനെയാ മോളെങ്ങനെ ഇതുവഴിയാണോ സ്കൂളിലൊക്കെ പോകുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോ? ഇവിടെ മഴ പെയ്യുമ്പോ അവിടെയൊക്കെ വെള്ളം കയറും. വെള്ളം കയറി നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റും. നമ്മളെ വീട്ടിലെ താഴത്തെ നില മഴ പെയ്താ ഫുള്ള് ഇവിടെ ഓട വെള്ളം ഫുള്ള് വെള്ളമാണ് ഞങ്ങളുടെ വീടിനകത്ത് വെള്ളമാണ്. അതല്ലേ മഴ പെയ്താ കഴിഞ്ഞാണ് ഞങ്ങൾ അപ്പുറത്ത് കയറുന്നത്. അതാ ഈ വെള്ളമല്ല, ഈ മലിന വെള്ളമാണ് അകത്ത് കയറുന്നത്. ഓട വഴി എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കിട്ടുന്ന ഓവ് ഇവിടെ ഉണ്ട്. ഓവിൽ കൂടെ അത്ര മലിന വെള്ളവും നമ്മളെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കളിക്കാനൊന്നും വെളിയിൽ ഇറങ്ങാനും പറ്റുന്നില്ലല്ലേ? പേടിയാണ്. മഴ പെയ്യുമ്പോ അവിടെ ഉള്ള വെള്ളം അത്ര ഇങ്ങോട്ട് ഒലിച്ചു വരും. അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. ഞാനിവിടെ താമസിക്കുന്ന 40-40 കൊല്ലമായി. ഇത് യഥാർത്ഥ പ്രശ്നം വെച്ചാൽ ഈ ഏരിയ അനാഥമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്. കാരണം ചോദിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് ഒരു കാതിൽ കേട്ടിട്ട് മറുകാതിൽ കളയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൗൺസിലർ എന്ന് പറയുന്ന അടുത്ത് പല തവണയും ഇവിടുത്തെ നാട്ടുകാർ പല പ്രശ്നങ്ങളായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഓട വരും, ഒരു കുറച്ച് കോരി കരയിൽ വെക്കും. ഇതിപ്പോ കുറച്ച് പേര് കാണുന്നുണ്ട്, അത് കരയിൽ വെക്കൽ നിങ്ങൾ വയലിലോട്ട് കളയും. അവരെ JCB വരും, കോരി മാറ്റി കൊണ്ടുപോകും. അങ്ങനെ വർഷം പലതായി. ഒരു ആറ്റുകാൽ പൊങ്കലേക്ക് ഒരു ഈ ഏരിയ ക്ലീൻ ചെയ്യാറില്ല. സാധാരണ ഇതൊക്കെ ആറ്റുകാൽ ചുറ്റളവിൽ വരുന്നതാണ്. ആറ്റുകാൽ ചുറ്റളവിൽ വരുന്നതാണ് അമ്പലത്തിലെ വാർഡ്. അപ്പൊ അമ്പലത്തിലെ KCB ആണ് അവിടെ എല്ലാവരും കണക്ഷന് പോകുന്നത്. അപ്പൊ ഈ ഏരിയ എന്താ ക്ലീൻ ചെയ്യാത്തവര്? അതും ചെയ്യത്തില്ല. അപ്പൊ അവരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് ചെയ്യണ്ട, ഈ ഏരിയ അങ്ങ് അവോയ്ഡ് ഇട്ടിരിക്കുകയാണ്. ഈ ഓട ചെയ്ത് ഇത്രയും ജനങ്ങളോട് താമസിക്കുകയാണ്. ഡ്രെയിനേജ് മൊത്തം ഇവിടെയാണ് വരുന്നത്. കാരണം വെള്ളം മൊത്തം, ഓടയിലെ വെള്ളം മൊത്തം ഇവിടെ ആൾക്കാർ ചവിട്ടി, കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. ഇവിടുത്തെ എന്തുകൊണ്ട് പിള്ളേർ ഇവിടെ റോഡിൽ കളിക്കുന്നില്ല? കാരണം ബാക്കിയുള്ള എല്ലാ റെസിഡൻസിലെ പിള്ളേരും അവരെ റെസിഡൻസിൽ കളിച്ചും ഓടിയും ചാടിയും വളരുന്നു. ഇവിടുത്തെ ഓരോ മക്കളും ഓരോരുത്തരും ഒക്കത്താണ് ഇരിക്കുന്നത്. അവർക്ക് ഓടി നടക്കാം. കാരണം പട്ടികളുടെ ശല്യം, ഒന്നാമത് ഈ ഡ്രെയിനേജ് വെള്ളത്തിന്റെ പ്രശ്നം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഓട കറക്റ്റായിട്ട് കോരി കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം പോകും. അത് പുതിയ ഓട കെട്ടിയപ്പോൾ ബാക്കി എല്ലാം ഇപ്പൊ ശ്രീവരാത്ത ഓടയായാലും ബാക്കി എല്ലാം കണക്ട് ചെയ്യുന്നത് ഈ കല്ലാട്ടും ഓട തന്നെയാണ്. ആ റോഡ് നേരെ വരുന്നത് ഈ തോട്ടിലാണ്, ഈ കരിയിലെ തോടിലാണ് വരുന്നത്. അപ്പൊ എല്ലാ വെള്ളവും എത്തുന്നത് നിങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തിലാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്? ഇവിടെ എടുത്ത് ഒഴുകുന്നില്ല. ഒഴുകുന്നുണ്ടെങ്കിൽ മാത്രമേ വലിയ വെള്ളം ഓടി പോകത്തുള്ളൂ. ഒഴുകുന്നില്ലല്ലോ. ഇത് അവിടെ നിന്ന് വെള്ളം പൊങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെ വീടുകളിലും കയറുന്നു. ഈ പറഞ്ഞ എന്റെ വീട്ടിലും കയറുന്നുണ്ട്. ഓക്കെ. ഈ ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുവന്നു, പിന്നെ അത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു പറഞ്ഞു. ആരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കൊണ്ടുവന്ന് കോരി വെച്ചിട്ട് എന്റെ വീടിനകത്ത് ഇരിപ്പുണ്ട്. കുറെ നമ്മാട്ടിയും പിക്കാസ് അവർ കൊണ്ടുവന്നതാണ്. എടുത്തിട്ട് പോയിട്ട് ഇതുവരെയും എടുത്തിട്ട് പോയിട്ടില്ല. അതിന് 10 ലക്ഷം രൂപ എന്ന് പറയാൻ കേട്ടു. ഓട ക്ലീൻ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിച്ച് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് സാധനമുണ്ട്. ഓക്കെ. എന്നിട്ട് അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഓട നേരത്തെ കാരണം ഇത്രയും വലിപ്പം അവിടെ നിന്ന് തുടങ്ങി ഒരു 2 വള്ളങ്ങൾ വരെ പോകാനുള്ള ഒരു ഇതായിരുന്നു. ഈ ഒരു അവസ്ഥയിലായത് എപ്പോഴും മുതലാണ്? നിങ്ങളുടെ കാലം മുതലുണ്ടോ? അതപ്പോഴേ ഒരു 94 ആ ഭാഗത്താണ് ഈ റോഡ് വികസനം ഉണ്ടായത്. അതായത് അതുവരെ, അതായത് ഇവര് റോഡിന് ഇത് വലിയ ഓടയായിരുന്നു. ഈ ഓടയുടെ വീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാലും ഒരു 3 മീറ്റർ ഉണ്ടായിരുന്നു. ആ 3 മീറ്ററിനെ പാതിയാക്കി അത് ചെറുതായി. പിന്നെ അവിടെ തന്നെ പഴയ ഓടയായി. കാരണം പിന്നെ വെള്ളം പോകത്തില്ല എന്നവർക്കറിയാം. പിന്നെ വന്നവരെ പ്ലാനിങ് എല്ലാം മാറി. ഈ പോകുന്ന അതായത് കല്ലടിമോഹൻ തൊട്ട് ഇതുവരെ അവർ ഈ ഓട ചെറുതായി. ഈ ഓട ചെറുതാക്കിയതാണ് ഏറ്റവും ചെറുതായി കുഴപ്പമില്ല. പക്ഷെ സമയാസമയം ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. കാരണം ഓട എങ്ങനെ പോയാലും 2 അടി താഴ്ചയുള്ള ഓടയാണ്. 2 പേര് ഇന്നലെ ഫുൾ മട്ടം വെള്ളം വരും. നമ്മൾ ഈ ഓടയിൽ കളിച്ചിട്ട് എല്ലാം കുളിക്കുകയും ചെയ്ത ഓടയാണ്. കരിയിലത്തോടെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗം പാർവതി പുത്തനാറിലേക്കും ഒരു ഭാഗം നേരെ കരമനാറിലേക്കും പോയി കണക്ട് ചെയ്യുന്ന രൂപമാണ്. കാരണം ഈ വെള്ളം ഒഴുകി അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ പോകുന്നില്ല. ഇത് പോകുന്ന ഇപ്പം പഞ്ചിക്കാവ് വഴി തിരുവല്ലാറ്റിലാണ് പോകേണ്ടത്. പക്ഷെ ഇപ്പൊ അവിടെ പോകുന്നില്ല, ഇങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ കെട്ടി ഇവിടെ പൊങ്ങുകയാണ്, അടഞ്ഞു നിൽക്കുകയാണ്. ഈ ചെളി ഒഴിവാക്കിയാൽ മാത്രമേ ഓടയിൽ വെള്ളം പോകത്തുള്ളൂ. സത്യത്തില് ഈ ഒരു ദുരിതമായ ഒരു അവസ്ഥ നിങ്ങൾ കൗൺസിലറെയും മറ്റോ അറിയിച്ചിട്ടും ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ലേ? ഒരു നിയമം ഉണ്ടായിട്ടില്ല. കൗൺസിലറെ വീട്ടിൽ പോവുക, രാവിലെ പോയി സംസാരിക്കും, ദാ വരണം എന്ന് പറയും, പിന്നെ വൈകിട്ട് വിളിക്കും, ഫോൺ എടുക്കില്ല. ഒരു ഉത്തരവാദിത്വം കൗൺസിലർക്ക് ഈ ഏരിയയിലില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 8 ലക്ഷം രൂപ 6 ലക്ഷം രൂപ അവിടുന്ന് പ്രഖ്യാപിക്കും. ഇവിടെ വന്ന് കുറച്ച് വാന്തും, പുറത്തിരിക്കുന്ന പുല്ല് വാന്തി ചെത്തിയിട്ടങ്ങ് പോകും. പറയുമ്പം നാളെ വരും, AC വന്ന് വാരും എന്നെല്ലാം പറയും. ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കൗൺസിലർ. പിന്നെ ഈ ഓട വെള്ളം കയറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവിടെ കൊച്ചു കുട്ടികളുണ്ട്. ഒരു 3 വയസ്സായ കുട്ടികളുണ്ട്, 5 വയസ്സായ പ്രായമുള്ള കൊച്ചുങ്ങളുണ്ട്. ഈ കൊച്ചുങ്ങൾ മൊത്തം ഈ ഡ്രെയിനേജ് ചവിട്ടിയാണ് വീട്ടിൽ കയറുന്നത്. ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന പിള്ളേരുണ്ട്. പിന്നെ ഇവിടെ മൂർക്കായി വാവ വന്ന് പിടിച്ചോണ്ട് പോയി. 3-4 തവണ വാവ വന്ന് സുരേഷ് വന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. മൂർക്കായി ആരെടുത്ത് പറയാം? കൗൺസിലർ എടുത്ത് പറഞ്ഞാൽ ഫോൺ എടുക്കുകയില്ല. കൗൺസിലർ 100 തവണ ഫോൺ വിളിക്കാം. റെസിഡൻസ് രൂപീകരിച്ചിട്ടുണ്ടല്ലോ. ആ റെസിഡൻസ് വഴി എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അധികാരികളെ കാണിക്കാനോ? അതിപ്പോ കുറച്ച് നാള് നമ്മളിത് സ്റ്റോപ്പായിരുന്നു. ഇപ്പൊ വീണ്ടും അത് റിന്യൂ ആയിട്ടുണ്ട്. ആവശ്യങ്ങൾ പറയുന്നുണ്ട്, അന്ന് തല കാണിക്കും, ദാ പോകുന്നു. പിന്നെ അതിന് ഒരു ഉത്തരവാദിത്തം എനിക്കില്ല. കൗൺസിലറായിട്ട് MLA എടുത്ത് പറഞ്ഞിട്ടുണ്ട്,
കോർപ്പറേഷൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പരാതി പറഞ്ഞിട്ടുണ്ട്, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ കല്ലാട്ടുമുക്കിൽ വെള്ളം കെട്ടായതുകൊണ്ട് അത് ആ വെള്ളം മൊത്തം ഓടെ ശരിയാക്കി, പക്ഷേ ഈ വെള്ളം മൊത്തം ഇവിടെ വരെയാണ്. ഇതിനൊരു പരിഹാരം കാണണം നമുക്ക്. അഥവാ ഈ ഇത്രയും മലിനമാകാൻ കാരണം ഈ പറഞ്ഞതുപോലെ ഓടവെള്ളം, ഈ മഴവെള്ളം മാത്രമല്ല, ഓടയും ഡ്രെയിനേജ് മൊത്തത്തിൽ വരുന്നു എന്നാണ് പറഞ്ഞത്. അതെ, അതായത് ഓരോ കട, ഹോട്ടലിലെ വേസ്റ്റ്, കോഴിക്കട വേസ്റ്റ്, വീടുകളിലെ ഡ്രെയിനേജ്, ടോയ്ലറ്റിന്റെ വേസ്റ്റ് മൊത്തം ഈ മഴ വരുമ്പം, മഴ ഒരു 2 മിനിറ്റ് സ്പീഡിൽ ഇവിടെ പാസ് ചെയ്യുമ്പോൾ അവർ അത് പാസ് ചെയ്തിരിക്കും ഡ്രെയിനേജ്. ഇത് ചവിട്ടിയാണ് നമ്മൾ വീട്ടിൽ കയറണത്. അല്ലേ, 6 മീറ്ററോളം വീതിയുള്ള ഓടയാണ്. ഒരാളിന്റെ താഴ്ചയിൽ താഴ്വയുണ്ട്. ഇതിപ്പോ മണ്ണൊക്കെ കയറി അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ വെള്ളം ഒഴുകി പോകാറ്. പണ്ട് ഇതിന്റെ സൈഡിൽ മറ്റേ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തൂമ്പുണ്ട്. അതിന്റെ സൈഡുകളിൽ വീടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴവിടെ നിറച്ച് വീടായി. ഓടര സൈഡെല്ലാം പുറമ്പൊക്കെ കയ്യേറിയപ്പോൾ വീടായപ്പോഴാണ് ഈ വെള്ളം കൃഷി നിലച്ചു. ഓരോ സ്ഥലത്ത് നികത്തി വീടുകളും വെച്ചപ്പോൾ ഇത് ഒഴുകി പോവേണ്ട വഴിയില്ല, ഇല്ലാതായി. ഇപ്പോഴറിഞ്ഞാൽ എന്താ വെച്ചാൽ ഉടനെ ഈ ഓടര പണിയുണ്ടെന്നാണ്. സത്യത്തിൽ ഈ ഒരു ആളുകൾ താമസിക്കാൻ അല്ലെങ്കിൽ പോകുന്നതൊക്കെ വഴി ഈ ഒറ്റ വഴിയല്ലേ ഉള്ളൂ? ഈ ഒരു വഴിയേ ഉള്ളൂ. കൊഞ്ചറ വഴി, അതുവഴി കയറി വരേണ്ടത്, കല്ലടിമകം, അമ്പലത്ര വഴി വരേണ്ടത്. ഞങ്ങൾ ഏക ആശ്രയം ഈ ഒരു വഴിയാണ്. അപ്പൊ അതാണ് ഈ മഴവെള്ളം വന്നാൽ അല്ലെങ്കിൽ ഈ വെള്ളം നിറഞ്ഞാൽ പിന്നെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അവിടെയൊക്കെ അടഞ്ഞു പോയി. അവിടെ ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. എങ്ങനെയാണ്, എത്ര നാളെ ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നത്. ആ ദ്വീപിനകത്താണ് ജനിച്ചു വളർന്നത്. തന്നെ പോക്കമാറുമായിരുന്നു. വഴിയൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇത് തന്നെ ഇവിടെ തന്നെ ആശ്രയമായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ റോഡും? അവിടെ തന്നെ കാലം ദുരിതം. പണ്ട് നമ്മൾ വരമ്പുവഴിയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. കാല് പോലും തന്നെ അത് പോയി. ഇപ്പൊ ഈ വെള്ളത്തിൽ 2 ദിവസം ചവിട്ടിയ കാലിന്റെ വെള്ളമൊക്കെ പോയി. ആ ഗതികളാണ് ഈ റോഡ്. അതിന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആരെ അറിയിച്ചിട്ടുമെന്ന് അറിയിക്കാന്നോ, നമുക്ക് സ്വന്തം കൗൺസിലറല്ലേ പറയാൻ പറ്റും. പക്ഷേ കൗൺസിലർ നോക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ശരിയാക്കാന്ന് പറയും, നമ്മളും ശരിയായി പോലും. അതായത് ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ദുരിതത്തിലാണ് സത്യത്തിൽ. മൊത്തത്തിൽ ദുരിതമാണ് അവിടെ. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വയലാറ്റി കടന്നപ്പോഴത്തേക്ക് ഇത്രയും ശല്യം ഇല്ലായിരുന്നു. ഇപ്പൊ നവന്ന് വന്നപ്പോ വെള്ളം അത്രയും കരവാക്കുന്നു. ഇതാണ് അഥവാ ഈ 12 കൊല്ലം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെ. വെള്ളത്തിന്റെ മഴക്കാലം വരുമ്പം ഇത് ഓവർഫ്ലോ ആവും. റോഡത്തെ ഇതും പിന്നെ റോഡാണെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞ് പറഞ്ഞ് കിടക്കുകയാണ്. റോഡെല്ലാം വളരെ ശോചനീയമായിട്ട്. കാരണം ഇതിന് മുമ്പേ ഒരു ജപ്പാൻ കുടിവെള്ളത്തിന്റെ ഇത് വന്നിരുന്നു. അത് കേട്ട് കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പേ റോഡ് ഇത് ചെയ്താണ്. അതിനുശേഷം ഇവിടെ ഒരുപാട് ലോറികൾ മണ്ണടിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു. ഇപ്പൊ ഇതിന് ഒരു പരിഹാരം എന്നുള്ളത് ഇപ്പൊ ആ ഓട ക്ലീൻ ചെയ്ത് അത് വീതി കൂട്ടുക. ഇപ്പൊ ഞാന് നിങ്ങൾ ഇത് മീഡിയ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നാഷണൽ കോളേജിന്റെ അവിടെ നിന്ന് വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് അത് ഡംപ് ചെയ്ത് കിടക്കണം. ഓട ക്ലീൻ ചെയ്തിട്ടില്ല. അതിന്റെ 2 കൈവരികളും ഇടിഞ്ഞ് ആ ഓടയ്ക്കകത്ത് തന്നെ കിടക്കുന്നു. അപ്പൊ ഇത് ഈ ലെവലിൽ തന്നെ എത്രയും നാളെ കൗൺസിലർ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ക്ലീൻ ചെയ്ത് തരണം. അതുവരെ ഇതിന്റെ അങ്ങ് എൻഡ് വരെ ക്ലീൻ ചെയ്യാൻ, അവിടെ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യുന്നില്ല. അവിടെ വെള്ളം ഇങ്ങോട്ടാണ് ഒഴിവുള്ളത്. മുമ്പേ ഇങ്ങോട്ട് ഒഴുകി അവിടെ നേരത്തെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങോട്ടാണ് ഒഴുകുന്നത്. തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലാണ് അങ്ങോട്ട് ഇതിന് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക്, കാരണം ഇവിടെയുള്ള ആൾക്കാരുടെ പരാതിയാണ്. കാരണം ഒന്ന്, കുടിവെള്ളം അവർക്ക് കിട്ടുന്നില്ല, കാരണം അത് ആ ഡ്രെയിനേജിന് ഉള്ളിലാണ് ഇരിക്കുന്നത്. 2, പട്ടിശല്യം കൂടുതലാണ്. അത് കൗൺസിലർ പറഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. മാത്രമല്ല ഇവിടെ നിന്ന് ഈ കല്ലാട്ടമുക്ക്, അതോടെ കമലേശ്വരത്തുള്ള വെള്ളക്കെട്ട് എല്ലാം പരിഹാരം കാണാൻ വേണ്ടി ഈ കരിയിലത്തോടിൽ എത്തിച്ചെങ്കിലും ഈ മലിനജലം അഥവാ വെറും മഴവെള്ളം മാത്രമല്ല, ഡ്രെയിനേജ് എല്ലാ സാധനങ്ങളും മല ഉൾപ്പെടെ ഇവരെ വീടുകളിലേക്ക് കയറുന്നു എന്നുള്ള പരാതിയാണ്. കൗൺസിലർ തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന പരാതിയാണ്. അമ്പലത്തിൽ കൗൺസിലർ നിലയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അവിടെ നിലവില് കൗൺസിലർ തിരിഞ്ഞ് നോക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ. പക്ഷെ ഇവരെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നോക്കാൻ നോക്കൂലായിരിക്കും. പക്ഷെ അവരാരും കാണുന്നില്ലെന്നാണ് നിങ്ങൾ? അവരെ കാണുന്ന വെച്ചാൽ ഞാൻ സാധാരണ പോവന്നെ എന്റെ ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങൾക്ക് ഇടപെടാറുണ്ട്. വിളിക്കാതെ പോയി എന്തെന്ന് ചോദിച്ചുകൊണ്ട് നടക്കാനുള്ള സമയമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കുത്തുവല്ലി മുതൽ മണക്കാട് മുതൽ ഈ കല്ലാട്ടുമുക്കിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ 2 സൈഡിലും ഓട കെട്ടിക്കൊണ്ടുവന്ന് ഈ തോട്ടിലാക്കിയത്. തോട്ടിലാക്കുമ്പോൾ നമ്മളെ സിറ്റിയുടെ ഒരു പാതി ഭാഗത്ത് വരുന്ന വെള്ളമല്ല ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഈ പരവകുന്നിൽ വലിയ തോടുണ്ട്. എന്നാൽ ആ തോട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന തിരുവല്ല ആറ്റിലാണ് പോകുന്നത്.
അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് തന്നെ കോട്ടപ്പുറം എന്നും കൊണ്ട് ഇത് തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ തോട് അവസാനിക്കുന്നില്ല. ഈ വലിയ തോട് ഏകദേശം ഒരു ഓടയില ഒരു 2 അടി ഏറ്റവും അല്ല 2 അടി വീതിയിൽ. അപ്പൊ അതിനകത്ത് നമുക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ വരണ വെള്ളത്തിന്റെ ഫോഴ്സിൽ അങ്ങോട്ട് പോകില്ല. അപ്പൊ അത് ഞാൻ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഉൾപ്പെടെ പിന്നെ MLA ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇറിഗേഷനും MLA ഒക്കെ വന്ന് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ കോട്ടപ്പുറം റോഡ് പൊളിച്ചിട്ട് ഇതേ വീതിയിലേക്ക് കൊണ്ടുവച്ച് സ്ലാബ് ഇട്ട് പോയാല് ഇതിന് ഒരു പരിഹാരം കാണുള്ളൂ. അതുവരെ ഈ വെള്ളങ്ങൾ വന്ന് ഇവിടെ ഒന്ന് ഇടിച്ചു നിൽക്കുകയുള്ളൂ. കാര്യം മഴ സമയത്തൊക്കെ ഇവിടെ വെള്ളം പൊങ്ങും. എന്ന് വെച്ചാൽ ഈ തോട്ടിന് നമ്മളിപ്പോ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിന്റെ അകത്തൂടെ പോകും പോലെയാണ്. ഇവിടെ എല്ലാം വീതിയിലുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ ചെറിയ സ്ഥലമാണ്. അല്ല, അത് കാരണം മുമ്പ് ഇത് പാർവതി പുത്തനാറിലേക്ക് അല്ലെങ്കിൽ കരമന ആറ്റിലേക്ക് എത്തുന്ന ഒരു വലിയ വള്ളങ്ങൾ വരെ പോകുന്ന വഴിയായിരുന്നു. പക്ഷെ ഇതിപ്പോ ചെറിയ തോടായി മാറുകയും ചെയ്തു. അപ്പൊ കാരണം ഭൂമി കയ്യേറിയതായിരിക്കാം, ഏതെങ്കിലും നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പരിഹാരം, അവർക്കൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ത് പരിഹാരം കാണാൻ സാധിക്കും കൗൺസിലർ നിലയ്ക്ക്? ഇതിലിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നിലവിൽ ഈ തോട് ഇതുകൂടെ വന്നതോടെയാണ് കൂടുതലായത്. കാര്യം ഇത് വന്നിട്ട് ഏകദേശം ഒരു 6-7 മാസം ആയതല്ലോ, 1 വർഷം തികഞ്ഞില്ല. അതോടുകൂടിയാണ് ഇവിടെ വെള്ളം പൊങ്ങാത്ത പല ഭാഗത്തും വെള്ളപ്പൊക്കമായി. അപ്പം ഇത് പോകുന്നതിലേക്ക് വേണ്ടി ഇനി ആകെ പരിഹാരം എന്ന് പറയുന്നത് തന്നെ അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ കൂടി പ്രദേശം രക്ഷപ്പെടണമെങ്കിൽ തോട് വീതി കൂട്ടി അതിന് മാതൃകാപരമായി ചെയ്താലേ ഇതിനൊരു മാതൃകാ പരിഹാരം ഉണ്ടാവുള്ളൂ. ഇല്ലാത്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ വെള്ളം മഴ സമയത്ത് ഇപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല, എന്നാൽ മഴ സമയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവും. കാരണം ഇതിന് ശാശ്വതമായ പരിഹാരം PWD ഇത് ചെയ്യുമ്പോൾ തന്നെ അതിനും കൂടെ പരിഹാരം ഉണ്ടാകണമായിരുന്നു. പക്ഷെ അത് അവരുടെ ശ്രദ്ധയിൽ, എല്ലാവരും ശ്രദ്ധയിൽ ഇതുണ്ട്. ഇറിഗേഷൻ ഉൾപ്പെടെ ഇറിഗേഷന്റെ തോടാണ്, നഗരസഭയുടെ തോടല്ല, ഇറിഗേഷന്റെ തോടാണ്. അപ്പൊ ഇറിഗേഷന്റെ ഒരു എസ്റ്റിമേറ്റ് തന്നെ ഉണ്ട്. ഇത് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ അതിന്റെ അടിസ്ഥാനത്തിൽ വന്നാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. ആ എസ്റ്റിമേറ്റ് അവർ പാസ്സാക്കി നടപ്പിലാക്കിയാൽ ഒരു പരിധി വരെ ഇത് ഒഴിവാകും. കാരണം വെച്ചാൽ ഈ നിലമ്മ തോടെന്ന് പറയുന്നത് ഒരു കാലത്തും വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഇത് വരുന്നതിന് മുമ്പേ എത്ര വർഷങ്ങൾ കൊണ്ട് ഞാൻ വെള്ളം പൊങ്ങപ്പോൾ ഇവിടുത്തെ ആളുകളെ കൊഞ്ചുള്ള സ്കൂളിലും അമ്പലത്തറ സ്കൂളിലും പാർപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. കാര്യം ഇതൊരു വയലേലയാണ്. അതെ, ഈ വയലിലെല്ലാം വീടുകൾ നികത്തി വെച്ചതോടുകൂടി എല്ലാ വീട്ടിനകത്തും വെള്ളം കയറലായി. അപ്പം റിയൽ എസ്റ്റേറ്റുകാർ ഒരുപാട് നികത്തിയിട്ടുണ്ട്. പല ആളുകളും ഇങ്ങനെ നികത്തിയതിന്റെ ഭാഗമായി ഇവിടെ വെള്ളപ്പൊക്കമാണ്. പരിഹാരം എന്ന് പറയുന്നത് ഈ ഇറിഗേഷൻ ഇടപെട്ട് അടിയന്തരമായി ഈ തോടിനെ വീതി കൂട്ടിക്കൊണ്ട് അങ്ങ് കൊടുത്താൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോയി പനഞ്ചിക്ക തോട്ടിലാണ് ചേരുന്നത്. അതുവഴി NH-ന്റെ അടിയിൽ കൂടെ നേരെ തിരുവല്ലം ആറ്റിലാണ് ഇത് പോകുന്നത്. അപ്പൊ ഈ സ്ഥലം ഇത്രയും പ്രശ്നമാണ്. അത് ഏകദേശം ഞാൻ എഴുതി കൊടുത്തിട്ട് ഒരു 200 മീറ്റർ മറിച്ച് ചെയ്താൽ ഈ സാധനം ഈ പോകുന്നത് ഇവിടെ എങ്ങനെ വരണോ അതേ രീതിയിൽ വെള്ളം അങ്ങോട്ട് പോകാൻ പറ്റും. ഇതാണിപ്പോ തടസ്സം. അപ്പോൾ പ്രേക്ഷകർ കണ്ടല്ലോ, ഇതാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. അഥവാ ഈ പറഞ്ഞതുപോലെ എല്ലാ ഓടയിലെ വെള്ളവും ഒഴുകിയെത്തുന്നത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ അടുക്കാണ്. ഇത് നേരെ ഈ പറഞ്ഞതുപോലെ പാർവതി പുത്തനാറിലേക്ക് അല്ലെങ്കിൽ കരമനാറിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഈ ഒരു ഒഴുക്ക് തൽക്കാലം ഇവിടെ വന്ന് നിൽക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പലരും ഭൂമാഫിയകൾ അത് വർക്ക് ചെയ്ത കാരണത്താൽ ഇവിടെയുള്ള ഓടകൾ അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കായലുകൾ അത് നികത്തി അവിടെ വീടുകൾ സ്ഥാപിച്ചു, അവിടെ വീടുകൾ വന്നു. അതിനുശേഷം ഈ ഒഴുകിയെത്തിയ വെള്ളം എങ്ങോട്ട് ഒഴുകണമെന്നറിയാതെ ഇവിടെ നിൽക്കുകയാണ്. മഴ വരുമ്പോൾ ഇത് പൊങ്ങി ഇവിടെയുള്ള വീടുകളിലേക്ക് പോകാണ്. അത് കാരണത്താൽ വരുന്ന മാലിന്യങ്ങൾ മുഴുവനും ഇവിടെയുള്ള കുട്ടികളും മറ്റൊക്കെ ചവിട്ടി വീട്ടിലേക്ക് പോകാണ്. അത് കാരണം പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ്. അതോടൊപ്പം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കാരണത്താൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ നായയുടെ ശല്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് നായയുടെ ശല്യം, നായയുടെ ആക്രമണം. ഈ ഒരു പട്ടിശല്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇവിടെയുള്ള ആളുകളാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കൗൺസിലർ വരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പുറം ലോകം അറിയുന്നില്ല ഇവിടെ ഈ നായയുടെ ആക്രമണം, അതോടൊപ്പം തന്നെ ഇവർ അനുഭവിക്കുന്ന ഈ ദുരിതവും. എങ്കിലും ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട്, അധികാരികൾ കാണേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ നമ്മൾ മുഴുവനിലേക്ക് അല്ലെങ്കിൽ രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ അധികാരികൾ വരേണ്ടതുണ്ട്. കാരണം തൊട്ടടുത്ത ഈ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോകുന്ന ഒരു വഴിയും അതോടൊപ്പം തന്നെ അമ്പലത്തറ പരവൂരിലേക്ക് പോകുന്ന വഴിയും ഈ പറഞ്ഞ കരിയിലത്തോടെല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു പ്രദേശം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളക്കെട്ട് അഥവാ കല്ലാട്ടമുക്ക് കമലേശ്വരം വെള്ളക്കെട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഓട പണിതുവെങ്കിലും ആ വെള്ളവും വന്നെത്തുന്നത് ഇവിടെയാണ്. പക്ഷേ അവിടെ നിന്നുള്ള പരിഹാരം തീർത്തു, പക്ഷേ ഇത് എവിടെയെങ്കിലും പോകുന്നു എന്നുള്ളത് അധികാരികൾ കാണാതെ പോകുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ മലയാള ജനതാ ന്യൂസിന്റെ പ്രേക്ഷകർ ഇത് പരമാവധി ഷെയർ ചെയ്യണം, അധികാരികൾ കാണേണ്ടത്. ഇവിടെയുള്ള ജനങ്ങളുടെ ദുരിതങ്ങൾ അത് നേരിട്ട് കണ്ട് നിങ്ങൾ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് മലയാള ജനതാ ന്യൂസിന് പറയാനുള്ളത്. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാം. ബൈ.